കൊച്ചിയിൽ നടിക്കെതിരെ ആക്രമണം നടത്തിയ കേസിലെ മുഴുവൻ പ്രതികളെയും തിരിച്ചറിഞ്ഞതായി പോലീസ്. ഇവരിൽ പിടികൂടിയ 3 പേരും കൊടുംകുറ്റവാളികൾ. മുഖ്യപ്രതി പൾസർ സുനിയെ കൂടാതെ ഇന്ന് കൊട്ടേഷൻ സംഘാംഗങ്ങളായ വടിവാൾ സലീം, പ്രദീപ് എന്നിവരെയും പിടിയിലായി. കോയമ്പത്തൂരിൽ നിന്നാണ് പ്രതികൾ അറസ്റ്റിലായത്. നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച സംഭവത്തിൽ കോയമ്പത്തൂരിൽ നിന്നാണ് 2 പേരെ ഇന്നലെ രാത്രി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഗുണ്ടാ സംഘാംഗമായ വടിവാൾ സലീം, കണ്ണൂർ സ്വദേശി പ്രദീപ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നത്. നടി ആക്രമിക്കപ്പെട്ട കാറിലുണ്ടായിരുന്നവരാണ് ഇരുവരുമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മുഖ്യപ്രതി സുനിലിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാൾ പോകാൻ സാധ്യതയുള്ള 20ഓളം കേന്ദ്രങ്ങളിൽ പോലീസ് പരിശോധന തുടരുകയാണ്. പൾസർ സുനി എന്ന സുനിലിനെ കൂടാതെ വിജീഷ്, മണികണ്ഠൻ എന്നിവർക്ക് വേണ്ടിയും അന്വേഷണം തുടരുകയാണ്. കേസ് അന്വേഷണ പുരോഗതി വിലയിരുത്താനായി ADGP B സന്ധ്യയുടെ നേതൃത്വത്തിൽ ആലുവ പോലീസ് ക്ലബ്ബിൽ ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടാനാവുമെന്ന് B സന്ധ്യ പ്രതികരിച്ചു. പുരോഗതി നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡീറ്റെയിൽസ് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. സിനിമാ മേഖലയിൽ ഉൾപ്പെടെ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് IG ദിനേന്ദ്ര കശ്യപ് പറഞ്ഞു. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. വേഗത്തിൽ അന്വേഷണം സംഘമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ബാക്കി കാര്യങ്ങൾ പിന്നെ അറിയിക്കാം കേട്ടോ. ഇപ്പൊ കുറച്ച് തിരക്കത്തിലാണ്. താങ്ക് യു സോ മച്ച്. മുഴുവൻ പ്രതികളെയും തിരിച്ചറിഞ്ഞ പോലീസ് ഇവരെ ഉടൻ വലയിലാക്കുമെന്നാണ് സൂചന. കസ്റ്റഡിയിലുള്ള 2 പേരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. പ്രതികൾ സഞ്ചരിച്ച വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കഴിഞ്ഞ ദിവസം നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലെ പ്രധാന പ്രതി പൾസർ സുനി കൊടും ക്രിമിനൽ. ഇയാൾക്കെതിരെ നിരവധി കേസുകളാണ് നിലവിലുള്ളത്. പൾസർ സുനിക്കെതിരെ വെളിപ്പെടുത്തലുമായി പ്രമുഖരും രംഗത്തെത്തി. പെട്രോൾ പമ്പ് ആക്രമിച്ച് പണം തട്ടലടക്കം നിരവധി കേസുകളാണ് പൾസർ സുനിക്കെതിരെ നിലവിലുള്ളത്. ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകലാണ് ഇയാളുടെ പ്രധാന ക്രിമിനൽ പ്രവൃത്തി. പൾസർ സുനിയുടെ ക്രിമിനൽ പശ്ചാത്തലം മനസ്സിലാക്കി വർഷങ്ങൾക്ക് മുമ്പ് ഇയാളെ തന്റെ ഡ്രൈവർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിരുന്നുവെന്ന് നടനും MLA-യുമായ മുകേഷ് പറഞ്ഞിട്ടുണ്ട്. ഒരു 3 കൊല്ലം മുമ്പ് എൻ്റെ കൂടെ 1 കൊല്ലം വർക്ക് ചെയ്തിരുന്ന ആളാണ് ഈ സുനിൽ എന്ന് പറഞ്ഞ ആൾ. അന്നത്തെ സമയത്ത് തന്നെ എൻ്റെ അടുത്ത് വളരെ ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, എൻ്റെ അടുത്ത് ഒരു പകുതി തമാശയും പകുതി സീരിയസ് ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട ബന്ധങ്ങളുള്ള ഒരു ആളാകാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം ഒരു ഉപദേശ രൂപേണ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ സുനിലിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഞാൻ കുറച്ചാൾ കാണത്തില്ല, തൽക്കാലം നമുക്ക് പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. സിദ്ദീഖ് ലാലിൻ്റെ ലാൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു മനുഷ്യൻ പോലും പറഞ്ഞില്ല ഇദ്ദേഹം ഇങ്ങനെ ഒരു സംഭവത്തിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയ ക്രിമിനലാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഞാൻ എൻ്റെ ഫിലിം കമ്പനിയിൽ വെക്കില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം പീപ്പിൾ TV ന്യൂസ് ആൻഡ് വ്യൂസിൽ നിർമ്മാതാവ് സുരേഷ് കുമാർ പൾസർ സുനിയെ സംബന്ധിച്ച് തന്റെ അനുഭവം വെളിപ്പെടുത്തിയത് ഇങ്ങനെ. എൻ്റെ ഭാര്യയ്ക്ക് ഇതേപോലൊരു പ്രശ്നമുണ്ടായി. റെയിൽവേ സ്റ്റേഷനിൽ കാർ വന്നിട്ട് കാറിന് പകരം ഒരു ടെമ്പോ ട്രാവലർ വന്നു. ടെമ്പോ ട്രാവലറിൽ ഷൂട്ടിങ്ങിന് പോയതാണ് എറണാകുളത്ത് 5 കൊല്ലം മുമ്പ് ഒരു പടത്തിൻ്റെ. അപ്പം ആ ടെമ്പോ ട്രാവലിൽ കയറി ഹോട്ടലിൽ രമണ ഇൻ എന്ന് പറഞ്ഞ ഹോട്ടലിൽ പോകണമെന്ന് പറഞ്ഞ് പോയിട്ട്, അപ്പോൾ രമണ ഇന്നിൽ എത്തുന്നതിന് മുമ്പ് ഇത് ലേക്ക് ഷോർ കഴിഞ്ഞ് വീണ്ടും കറങ്ങുകയാണ്. 2-3 പ്രാവശ്യം കറങ്ങിയപ്പോൾ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, വൈഫ് അയാളുടെ അടുത്ത് എന്താണ് ഇങ്ങനെ കറങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ തന്നെ പിന്നെ വീണ്ടും കൊണ്ട് രമണ ഇന്നിൽ കൊണ്ട് വിടുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇതിൻ്റെ അകത്ത് രാവിലെ ജോണി സാഹിർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പൾസർ സുനി എന്ന് പറഞ്ഞ ആളാണ് അന്ന് ആ വണ്ടി ഓടിച്ചിരുന്നത്, ഇന്ന് കിട്ടാനുള്ള പ്രതി. ഇന്നേ വരെ ഈ 5 കൊല്ലം മുമ്പാണ് ഞാൻ പറഞ്ഞ ഒരു റിപ്പോർട്ട് ഇതാണെന്നും പറഞ്ഞിട്ടൊരു കംപ്ലൈൻറ്റിൻ്റെ ഒരു കാര്യം പോലും കിട്ടിയില്ല എന്ന്. ഇതോടെ നിരപരാധിയായ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കാൻ ശ്രമിച്ച സംഭവം പൾസർ സുനിയുടെ ക്രിമിനൽ ആസൂത്രണം തന്നെയെന്ന് ബോധ്യമാകുന്നു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV ന്യൂസ്. നടി ആക്രമിക്കപ്പെട്ട കേസന്വേഷണത്തിൽ നല്ല പുരോഗതിയുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് IG ദിനേന്ദ്ര കശ്യപ്. അന്വേഷണത്തെക്കുറിച്ച് കൂടുതൽ പറയാനാവില്ലെന്ന് DGP സന്ധ്യയും കൊച്ചിയിൽ പറഞ്ഞു. തീർച്ചയായിട്ടും പുരോഗതിയുണ്ട്. പുരോഗതി നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഡീറ്റെയിൽസ് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. വേഗത്തിൽ അന്വേഷണം സംഘമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ബാക്കി കാര്യങ്ങൾ പിന്നെ അറിയിക്കാം കേട്ടോ. ഇപ്പൊ കുറച്ച് തിരക്കത്തിലാണ്. താങ്ക് യു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവത്തിൽ പരാതി ലഭിച്ച ഉടൻ പോലീസ് ശക്തമായി ഇടപെട്ടുവെന്ന് കോടിയേരി. കൊച്ചിയിൽ ഉണ്ടായത് ഒറ്റപ്പെട്ട സംഭവമാണ്. കേസിലെ പ്രധാന പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ സഹായിക്കുന്ന തരത്തിലാണ് അന്വേഷണമെന്നും കോടിയേരി പറഞ്ഞു. കേരളത്തിൽ ക്രമസമാധാന തകർച്ച വരുത്തി തീർക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്നും കോടിയേരി ദില്ലിയിൽ പറഞ്ഞു. കൊച്ചിയിലുണ്ടായത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. ഒരു സിനിമാ നടിക്ക് അവരെ തട്ടിക്കൊണ്ടുപോകാൻ നടത്തിയിട്ടുള്ള ശ്രമം, അതുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് വളരെ ശക്തമായി ഇടപെടുകയും അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയെ തന്നെ പിടികൂടാൻ കഴിഞ്ഞത്
സംഭവവുമായി ബന്ധപ്പെട്ട മറ്റ് വസ്തുതകൾ കണ്ടെത്താനും യഥാർത്ഥമായി സംഭവത്തിൽ ഉൾപ്പെട്ടവരെ കണ്ടെത്താനും സഹായകമായ വിധത്തിലാണ് പോലീസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒറ്റപ്പെട്ടൊരു സംഭവത്തെ അടിസ്ഥാനമാക്കി ക്രമസമാധാന തകർച്ച എന്ന് പ്രചരിപ്പിക്കുന്ന UDF അവരുടെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണവുമായി തട്ടിച്ചു നോക്കുമ്പോൾ കേരളത്തിൽ ഭദ്രമായൊരു ക്രമസമാധാനമാണ് ഉള്ളത് എന്ന കാര്യം അവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. മുൻകാലങ്ങളിലും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുത ആർക്കും നിഷേധിക്കാൻ സാധിക്കുന്നൊരു കാര്യമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെയിലുള്ള ചില പ്രശ്നങ്ങൾ കാരണം ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് രമേശ് ചെന്നിത്തല ഒരു പ്രതിപക്ഷ നേതാവാണെന്ന് സ്ഥാപിക്കാൻ, ഉമ്മൻചാണ്ടിയേക്കാൾ കരുത്ത് പ്രതിപക്ഷ നേതാവായിട്ട് തനിക്കാണെന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയിലാണ് അദ്ദേഹം ഓരോ ദിവസം ഓരോ പ്രസ്താവനകളും സമരങ്ങളുമായി പുറപ്പെട്ടിരിക്കുന്നത്. അതൊന്നും അദ്ദേഹത്തിൻ്റെ UDFൻ്റെ ഭരണകാലത്തെക്കുറിച്ച് ഓർക്കുന്ന ആരും അവരുടെ പ്രചരണം കേരളത്തിൽ വിശ്വസിക്കാൻ പോകുന്നില്ല. CK ജാനുവിന്റെ പാർട്ടി പിളരുന്നു. സംസ്ഥാന സെക്രട്ടറി ബിജു കാക്കത്തോടിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പാർട്ടി വിടുന്നു. NDA വയനാട് ജില്ലാ കൺവീനറാണ് ബിജു. ജാനുവിന്റെ നേതൃത്വത്തിൽ ഇന്ന് നടന്ന മുത്തങ്ങ അനുസ്മരണം ഈ വിഭാഗം ബഹിഷ്കരിച്ചു. CK ജാനു BJPയുടെ ഫണ്ടിംഗ് ഏജന്റ് എന്നും ആരോപണം. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ PV കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, വിവരങ്ങൾ. സ്വാമി NDAയുടെ ഘടകകക്ഷിയായി പ്രവർത്തിക്കുന്ന CK ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ സഭ എന്ന പാർട്ടി വലിയ പിളർപ്പിലേക്ക് നീങ്ങുകയാണ്. ആദിവാസി ഗോത്ര മഹാസഭ എന്ന സംഘടനയിൽ നിന്നാണ് CK ജാനു ഇത്തരമൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത്. ഈ രാഷ്ട്രീയ പാർട്ടിയെ NDAയുടെ തൊഴുത്തിൽ കെട്ടി, അതുപോലെ തന്നെ BJP RSSന്റെ തൊഴുത്തിൽ കെട്ടിയെന്ന ആരോപണമാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. ബിജു കാക്കത്തോട് എന്ന് പറയുന്ന ഈ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ആദിവാസി ഗോത്ര മഹാസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ബിജു കാക്കത്തോട്. അതുപോലെ തന്നെ NDA BJP ഉൾക്കൊള്ളുന്ന BJP നേതൃത്വം നൽകുന്ന NDAയുടെ വയനാട് ജില്ലാ കൺവീനറാണ് ബിജു കാക്കത്തോട്. ഈ ഘടകങ്ങളെല്ലാം നേതൃപരമായ പങ്ക് വഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ബിജു കാക്കത്തോട് ഈ സംവിധാനത്തോട് പൂർണ്ണമായും വിട പറയാൻ വേണ്ടി പോവുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ആദിവാസി ഗോത്ര മഹാസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ബിജു. അതുപോലെ തന്നെ ജനാധിപത്യ രാഷ്ട്രീയ സഭ എന്ന ജാനുവിന്റെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അതോടൊപ്പം തന്നെ NDAയുടെ വയനാട് ജില്ലാ കൺവീനർ എന്ന സുപ്രധാനമായ പോസ്റ്റ് കൂടി അദ്ദേഹം വഹിക്കുന്നുണ്ട്. ഈ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം അടുത്ത ദിവസം തന്നെ അദ്ദേഹം രാജിവെക്കുമെന്നാണ് ഇപ്പോൾ നമ്മളോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇന്ന് മുത്തങ്ങ ദിനത്തിന്റെ ഭാഗമായി ജോഗി അനുസ്മരണ ചടങ്ങ് CK ജാനുവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു. ഈ ചടങ്ങിനകത്ത് പ്രധാന സംഘാടകനും അതിലെ പ്രധാന പ്രാസംഗികനും ബിജു കാക്കത്തോടാണ്. എന്നാൽ അദ്ദേഹം ആ ചടങ്ങിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിന്നു. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം CK ജാനു ഒരു ഫണ്ടിംഗ് ഏജന്റായി മാറിയിരിക്കുകയാണ്. BJPയും RSSും നൽകുന്ന ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് വലിയ സാമ്പത്തിക ശക്തിയായി CK ജാനു മാറുകയാണ് എന്നാണ് ഈ വിഭാഗത്തിന്റെ ആരോപണം. അതുപോലെ തന്നെ ആദിവാസികൾക്ക് വേണ്ടി ഒരു പ്രവർത്തനവും ഇവർ സംഘടിപ്പിക്കുന്നില്ല. പഴയ കാലം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു ഓർമ്മയിൽ മാത്രം ജീവിക്കുകയാണ് ഈ സംഘടന. ഇപ്പോൾ ഈ ആദിവാസി വിഭാഗങ്ങളെ പൂർണ്ണമായും BJPയുടെയും അതുപോലെ തന്നെ RSSന്റെ കീഴിൽ കാവ്യ പതിപ്പിക്കാൻ വേണ്ടിയാണ് CK ജാനു ശ്രമിക്കുന്നത്. ഈ ശ്രമങ്ങളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കില്ല എന്നാണ് ബിജു കാക്കത്തോടിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയും ഈ സംഘടനയെ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയൊരു സംവിധാനത്തിലേക്ക് നീങ്ങാനാണ് ബിജു കാക്കത്തോടിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം പ്രവർത്തകർ. നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഭൂരിഭാഗം പ്രവർത്തകരും ബിജു കാക്കത്തോടിന്റെ കൂടെ ഉണ്ട് എന്നാണ്. സ്വാമി PV കുട്ടനാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. വിശ്വാസ വോട്ടെടുപ്പ് കഴിഞ്ഞെങ്കിലും പൊരുതാനുറച്ച രാഷ്ട്രീയ കരുനീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് AIADMKയിലെ ശശികല, പനീർശെൽവം വിഭാഗങ്ങൾ. ഔദ്യോഗിക പക്ഷം തങ്ങളാണെന്ന് അണികളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇരു വിഭാഗങ്ങളും. അതേസമയം പ്രതിപക്ഷമായ DMKയും രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരമായാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ കാണുന്നത്. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ നിയമസഭയിൽ ശശികല വിഭാഗം ഭൂരിപക്ഷം തെളിയിച്ചെങ്കിലും തമിഴ്നാട്ടിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കാറും കോളും നീങ്ങുന്നില്ല. പൊരുതാനുറച്ച് AIADMKയിലെ O പനീർശെൽവം, ശശികല വിഭാഗങ്ങളും കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള തക്കം പാർത്ത് DMKയും തന്ത്രങ്ങൾ മെനയുമ്പോൾ ഇനിയും നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പ്. ജയലളിതയുടെ യഥാർത്ഥ പിന്തുടർച്ചാവകാശികൾ തങ്ങളാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് പനീർശെൽവം, ശശികല ക്യാമ്പുകൾ തുടരുന്നത്. വിശ്വാസ വോട്ടെടുപ്പിന് ശേഷം ഇരുവിഭാഗം നേതാക്കളും നടത്തിയ പ്രസ്താവനകളിൽ ഈ കാര്യം വ്യക്തമാണ്.
അമ്മ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ കുടുംബമാണ് അധികാരത്തിൽ എത്തിയതെന്നും വിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച MLA-മാർ വോട്ടർമാരെ വഞ്ചിച്ചുവെന്നും ഒ പനീർസെൽവം കുറ്റപ്പെടുത്തി. இன்றைக்கு நடைபெற்றுக் கொண்டிருக்கிறது சசிகலா அவர்களுடைய அணி, நாங்களெல்லாம் மாண்புமிகு அம்மா அவருடைய அணி. மாண்புமிகு அம்மாவுடைய அணி எதிர்காலத்தில் மக்களுடைய ஆதரவை பெற்று மகத்தான வெற்றி பெறும். அதுவரை தர்மம் நிலைத்து நிற்பதற்கு சிறு கால அவகாசம் ஏற்படும். ஆகவே അമ്മയുടെ യഥാർത്ഥ അനുയായികൾ ആരാണെന്ന് വിശ്വാസ വോട്ടെടുപ്പിലൂടെ തെളിഞ്ഞെന്നായിരുന്നു മുഖ്യമന്ത്രി പളനിസ്വാമിയുടെ പ്രതികരണം. DMK-യുമായി ഒത്തുകളിച്ച പനീർസെൽവമാണ് വഞ്ചന കാട്ടിയതെന്നും പളനിസ്വാമി കുറ്റപ്പെടുത്തി. திராவிட முன்னேற்ற கழக கட்சியை சேர்ந்த தலைவர் துணை எவ்வளவு அராஜகத்தில் ஈடுபட்டார்கள் என்பதையெல்லாம் இன்றைக்கு உங்களுக்கு அத்தனை பேருக்கும் தெரியும். நான் சொல்லி தெரிய வேண்டிய அவசியமில்லை. വിശ്വാസ വോട്ടെടുപ്പ് നടപടികൾ നിയമപരമായി ചോദ്യം ചെയ്യുന്നതോടൊപ്പം കയ്യേറ്റം ചെയ്തെന്ന വികാരം ഇളക്കിവിട്ട് അണികളെ പ്രതിഷേധവുമായി തെരുവിലിറക്കാനാണ് DMK വർക്കിംഗ് പ്രസിഡന്റ് MK സ്റ്റാലിന്റെ നീക്കം. വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിച്ച ശശികല ക്യാമ്പ് ഇനി പാർട്ടി ഘടകങ്ങളെയും അണികളെയും ഒപ്പം നിർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ഭരണവും പാർട്ടി നേതൃത്വവും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം നേടുന്നതിൽ ശശികല വിജയിച്ചിരിക്കുന്നു. പാർട്ടി അണികളെ ഒപ്പം നിർത്തുക എന്ന കടമ്പ മറികടക്കണമെങ്കിൽ ഇനി ശശികല ക്യാമ്പ് ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം M സന്തോഷ്. UP-യിൽ മൂന്നാം ഘട്ടം. ഉത്തർപ്രദേശ് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് മന്ദഗതിയിലാണ്. 69 മണ്ഡലങ്ങളിലായി 826 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ശിവപാൽ യാദവും മുലായത്തിന്റെ മരുമകൾ അപർണ യാദവുമാണ് ഇത്തവണ ജനവിധി തേടുന്നവരിൽ പ്രമുഖർ. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ മനു ശങ്കരൻ ചേരുന്നു. മനു, ആദ്യ മണിക്കൂറുകളിൽ മന്ദഗതിയിലായിരുന്നെങ്കിലും ഇപ്പോൾ ഉച്ച കഴിയുന്ന ഈ സമയത്ത് എങ്ങനെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്? മറ്റു വിവരങ്ങൾ കൂടി. ഉച്ചയ്ക്ക് ശേഷം ചില നേരിയ തോതിലൊരു പുരോഗതി പോളിംഗ് സ്റ്റേഷനുകളിലെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. 12 ജില്ലകളിലായി 69 മണ്ഡലങ്ങളിലേക്കാണ് ഇത്തവണ വോട്ടിംഗ് നടക്കുന്നത്. മൂന്നാം ഘട്ടത്തിൽ 826 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി നൽകുന്ന വിവരങ്ങൾ പ്രകാരം 52% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. സമാജ്വാദി പാർട്ടിയുടെ ഒരു കോട്ടയാണ് മിക്ക മണ്ഡലങ്ങളും. അഖിലേഷ് യാദവിന്റെ ജന്മസ്ഥലം കൂടിയ ഇറ്റാവയിൽ ഉൾപ്പെടെയാണ് ഇത്തവണ വോട്ടിംഗ് നടക്കുന്നത്. രാവിലെ തന്നെ അഖിലേഷ് യാദവ് അതോടൊപ്പം മറ്റു സമാജ്വാദി പാർട്ടിയുടെ പ്രമുഖ നേതാക്കളെല്ലാം വോട്ടിംഗ് രേഖപ്പെടുത്താൻ എത്തുകയും ചെയ്തിരുന്നു. ശിവപാൽ യാദവ് അതോടൊപ്പം മുലായം സിംഗ് യാദവിന്റെ ഇളയ മരുമകൾ അപർണ യാദവ് എന്നിവരാണ് ഇത്തവണ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ പ്രമുഖർ. ശിവപാൽ സിംഗ് യാദവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുലായം സിംഗ് യാദവ് പാർട്ടിയുമായുള്ള അഭിപ്രായ ഭിന്നതകൾക്കിടയിലും പരസ്യമായി രംഗത്തെത്തിയത് ശ്രദ്ധേയമായിരുന്നു. അപർണ യാദവ് ഈ മുലായം സിംഗിന്റെ ഇളയ മരുമകൾ കൂടിയാണ്. അപർണ യാദവ് മത്സരിക്കുന്നത് ലക്നൗ ക്യാൻറ്റ് മണ്ഡലത്തിൽ നിന്നാണ്. ഈ അപർണ യാദവിന് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ BJP ടിക്കറ്റിൽ മത്സരിക്കുന്ന റീത്ത ബഹുഗുണ ജോഷിയും വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. അപർണ യാദവിന്റെ പ്രചരണത്തിനും മുലായം നേരിട്ടെത്തിയിരുന്നു. ഈ പോളിംഗ് ബൂത്തിൽ വോട്ടിംഗിന് ഇന്ന് രാവിലെ തന്നെ എത്തിയ അഖിലേഷ് യാദവിനോട് മാധ്യമങ്ങൾ ചോദിച്ചതും മുലായം സിംഗ് യാദവ് ഇരു നേതാക്കളുടെയും ശിവപാലിന്റെയും അപർണ യാദവിന്റെയും പ്രചരണത്തിനായി എത്തി, പക്ഷേ നേരിട്ട് ഒരു പാർട്ടി പ്രചരണത്തിന് എത്തുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ മാധ്യമങ്ങൾ കാണേണ്ടാത്തത് മാത്രമേ കാണുകയുള്ളൂ എന്ന പ്രതികരണമാണ് അഖിലേഷ് യാദവ് നടത്തുകയും ചെയ്തത്. നിലവിൽ എന്തായാലും പോളിംഗ് പുരോഗമിക്കുമ്പോൾ 70% പോളിംഗ് എത്തുമെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. 2012 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 54 സീറ്റുകൾ സമാജ്വാദി പാർട്ടി നേടി ഒരു മൃഗീയ ഭൂരിപക്ഷം നിലനിർത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ നിലനിർത്തിയ ഭൂരിപക്ഷത്തിൽ നിന്നൊരു വോട്ട് ചോർച്ച ഉണ്ടായി. അതിനാൽ തന്നെ ഇത്തവണ കൂടുതൽ വോട്ടുകൾ നേടുക എന്നത് അഖിലേഷ് യാദവിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന പോരാട്ടം കൂടിയാണ്. ഈ ഒരു ഇപ്പോഴത്തെ പോളിംഗ് ശരാശരി എല്ലാം കണക്കാക്കുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിലേക്കുള്ള ഒരു പോളിംഗ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഭൂരിപക്ഷ വോട്ടിംഗും BJPയിലേക്ക് ചോർന്നിരുന്നു. അത് തടയുന്നതിനുള്ള എല്ലാ നീക്കങ്ങളും സമാജ്വാദി പാർട്ടി ശക്തമാക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസുമായുള്ള സഖ്യം ഇതിന് ഗുണകരമാകുമെന്നും സമാജ്വാദി പാർട്ടി പ്രതീക്ഷിക്കുന്നു. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് നേടാനായത് എന്നതും ശ്രദ്ധേയമാണ്. BSPയും ശക്തമായ മുന്നേറ്റമാണ് നടത്തിയിരുന്നത്. മായാവതി രാവിലെ തന്നെ വോട്ടിംഗ് രേഖപ്പെടുത്താൻ എത്തി. ഇതിനുശേഷം പ്രതികരിച്ചത് തങ്ങൾ സർക്കാർ രൂപീകരണത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു എന്ന രീതിയിലുള്ള ആത്മവിശ്വാസമാണ് മായാവതി പ്രകടിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും മണിക്കൂറുകൾ പിന്നിടുന്നു. ഇനി 3-4 മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സമയം 52% പോളിംഗ് ആണ് ഔദ്യോഗികമായി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സോമി.
മാർത്തോമാ സഭ വലിയ മെത്രാപ്പോലീത്ത ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റത്തിന്റെ 100ാം പിറന്നാൾ ആഘോഷം നടന്നു. കൺവെൻഷൻ നഗറിൽ 10,000-കണക്കിന് വിശ്വാസികളോടൊപ്പമായിരുന്നു ആഘോഷം. തന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് കേക്ക് മുറിച്ചു നൽകിയാണ് തിരുമേനി തന്റെ 100ാം പിറന്നാൾ അവിസ്മരണീയമാക്കിയത്. ബിഷപ്പുമാരുടെയും തിരുമേനിമാരുടെയും ആശംസാ പ്രസംഗത്തോടെയും പ്രാർത്ഥനയോടെയുമായിരുന്നു ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തയുടെ 100ാം പിറന്നാൾ ആഘോഷത്തിന് തുടക്കമായത്. ക്രിസോസ്റ്റം തിരുമേനിയുടെ നന്മയും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന നിമിഷങ്ങളെപ്പറ്റിയുമൊക്കെ ബിഷപ്പുമാർ പങ്കുവച്ചു. കുട്ടികളുടെ കൂട്ടുകാരനായ ക്രിസോസ്റ്റം കേക്ക് മുറിച്ച് കുട്ടികൾക്ക് നൽകിയാണ് ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തത്. ചെറുപ്പകാലത്ത് മരാമൺ കൺവെൻഷൻ കാണാൻ വന്നപ്പോഴുണ്ടായ അനുഭവങ്ങളും കുസൃതിയുമെല്ലാം തന്റെ സ്വതസിദ്ധമായ നർമ്മം കലർന്ന ശൈലിയിൽ തന്നെ ക്രിസോസ്റ്റം തിരുമേനി വിശദമാക്കി. അന്ന് മുതലേ മനുഷ്യരെ കളിപ്പിക്കാൻ എനിക്കറിയാം. മണത്തെറി എറിയാൻ മാത്രമല്ല സ്തോത്രവാഴ്ച എടുക്കാനും എനിക്കറിയാം. ക്യാൻസർ രോഗം പിടിപെട്ടപ്പോൾ രോഗത്തെ ഭയക്കാതെ അതിനെ ചെറുത്തു തോൽപ്പിച്ചതും അദ്ദേഹം പറയുകയുണ്ടായി. തന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഒരു സന്ദേശം പോലെ വിശ്വാസികൾക്ക് പറഞ്ഞുകൊടുത്താണ് ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. നിരവധി വിശിഷ്ട വ്യക്തികൾ പരിപാടിയിൽ സംബന്ധിച്ചിരുന്നു. മാരാമണിൽ നിന്നും